ഇപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നത്, പോലീസിനെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് കുട്ടിയുമായിട്ട് അമ്മ എത്തിയെന്നുള്ളതാണ്. നേരത്തെ എവിടെ വച്ചാണ് കുട്ടിയെ മിസ്സായെന്ന് ചോദിച്ചപ്പോൾ അത് ആലുവയിൽ വെച്ചാണ് മിസ്സായെന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നൽകിയിരുന്ന മൊഴി. പിന്നീട് ആലുവയുടെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നെങ്കിലും കുട്ടിയിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഇത്തരത്തിലൊരു മൊഴി, മൂഴികുളം പാലത്തിൽ നിന്ന് കുട്ടിയെ താഴേക്ക് ഇട്ടു എന്നുള്ളൊരു മൊഴി നൽകിയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിരുന്നില്ല. കാരണം പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് മൂഴികുളം ഭാഗത്തേക്ക് പോലീസ് അടക്കം ഫയർഫോഴ്സ് അടക്കം വലിയ സംവിധാനങ്ങൾ എത്തിയപ്പോൾ പരിശോധനകൾ തുടരുന്നത്. എന്തായാലും ഏകദേശം ആ ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ വലിയ പരിശോധനകൾ നടക്കുന്നത് എന്നുള്ള വിവരമാണ് പോലീസ് നൽകുന്നത്. അവിടെ നിന്നും കുട്ടിയിലേക്ക് എത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ കൂടിയാണ് ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നത്. ശരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മൂഴിക്കുളം പാലത്തിന്റെ പ്രദേശത്ത് പോലീസ് അന്വേഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരും ആ തിരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട്. വ്യാപകമായി തന്നെ തിരച്ചിൽ നടക്കുന്നുണ്ട്. എന്തായാലും സിറ്റിയിലടക്കം തിരച്ചിൽ നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ അമ്മയുടെ മൊഴിപ്രകാരമാണ് ഇപ്പോൾ മൂഴിക്കുളം പാലത്തിന് താഴെയൊക്കെ പോലീസ് പരിശോധന നടത്തുന്നത്. ഈ മൂഴിക്കുളം പാലത്തിന് താഴേക്ക് കുട്ടിയെ ഇട്ടു എന്ന് അമ്മ ഒരു മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് അന്വേഷണ സംഘം എന്തായാലും ഗൗരവമായി തന്നെ എടുത്ത്, പ്രത്യേകിച്ച് അമ്മ പറയുന്ന കാര്യങ്ങളിൽ പരസ്പര വൈരുദ്ധ്യമുണ്ടെങ്കിലും ഇത് ഗൗരവത്തോടെ തന്നെ എടുത്ത് ഈ രാത്രി അവിടെ വ്യാപകമായി തന്നെ പരിശോധന നടത്തുകയാണ്. നാട്ടുകാരും അതിൻ്റെ ഭാഗമായിരിക്കുന്നു. ശരൺ, ഇതിപ്പോൾ ഇത്ര സമയമായി എന്നുള്ളത് വലിയൊരു ആശങ്ക തന്നെയാണ്. ഈ കുട്ടിയെ കാണാതായി എന്ന വിവരം ബന്ധുക്കൾ സ്ഥിരീകരിക്കാൻ തന്നെ ഇത്തിരി സമയമെടുത്തു അല്ലേ? അത് അമ്മയുടെ പരസ്പര വൈരുദ്ധ്യമുള്ള മറുപടികൾ കാരണം എന്ന കുട്ടിക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. കുരുന്നിനായി തിരച്ചിൽ മൂഴിക്കുളം പാലത്തിന്റെ പ്രദേശത്ത്, പാലത്തിൽ നിന്ന് അന്വേഷണ സംഘം വ്യാപകമായി തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. നാട്ടുകാരും ആ തിരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട്. സജോ ദേവസ്യ ചേരുന്നുണ്ട്. സജോ, ഇതിപ്പോൾ ഇത്രയും ഒരു സമയമായി മഴയുണ്ട് ആലുവ പ്രദേശങ്ങളിൽ എന്നുള്ളത് വലിയ പ്രതിസന്ധി തന്നെയാണല്ലേ? പക്ഷേയും അതൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ്. കനത്ത മഴ വിവിധയിടങ്ങളിൽ ലഭ്യമാകുന്നുണ്ട്. ഈ പരിശോധന നടക്കുന്ന സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ മഴ ഒരു പ്രതിസന്ധിയാകുന്നുണ്ട്, കാലാവസ്ഥ ഒരു പ്രതിസന്ധിയാകുന്നുണ്ട്. അതേസമയം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം ഏറ്റവും ഒടുവിൽ അവർ വീട്ടിലേക്ക് പോയത്, അതായത് ഈ കുഞ്ഞുമായി ആദ്യം അവർ യാത്ര തുടങ്ങി, തിരുവാങ്കുളത്ത് നിന്ന് യാത്ര തുടങ്ങി, പിന്നീട് ചെങ്ങമനാട് ഭാഗത്തേക്ക് എത്തുന്നു. അവിടെ കുറുമശ്ശേരിയിലെ വീട്ടിലേക്ക് അവർ ഒടുവിൽ എത്തിയിരിക്കുന്നത് ഒരു ഓട്ടോറിക്ഷയിലാണ്. ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴി പോലീസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതിൽ ആ ഡ്രൈവർ പറയുന്നത് ആ സ്ത്രീ തന്റെ ഓട്ടോയിൽ കയറുമ്പോൾ കൂടെ കുഞ്ഞുണ്ടായിരുന്നില്ല. അതായത് അമ്മ ആ ഓട്ടോയിൽ കയറി സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. ആ ഘട്ടത്തിൽ കുഞ്ഞുണ്ടായിരുന്നില്ല എന്നതാണ് ആ ഓട്ടോ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും, അതായത് സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാരുമായി ബന്ധപ്പെടുകയും അവർ ആരാണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയിൽ നിന്ന് വിവരങ്ങൾ തേടി. അപ്പോൾ ആ ഘട്ടത്തിൽ കുഞ്ഞുണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ കുറുമശ്ശേരി ഭാഗത്തേക്ക് ബസ് ഇറങ്ങി യാത്ര ചെയ്യുന്നതിന് മുൻപ് മറ്റെവിടെയോ വെച്ച് ആ കുഞ്ഞിനെ കാണാതായി എന്ന് ഈ ഘട്ടത്തിൽ അനുമാനിക്കണം. അവർ പറഞ്ഞത് പ്രകാരം ആദ്യഘട്ടത്തിൽ ഈ കുഞ്ഞിനെ കാണാതായത് സംബന്ധിച്ച് അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിരുന്നില്ല എന്നതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. പിന്നീട് വളരെ ഗൗരവത്തിൽ ചോദിച്ചപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ ഈ അമ്മ പങ്കുവച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ ഒരു സർവത്ര ദുരൂഹത അക്കാര്യത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നു എന്നതാണ് വിഷമിപ്പിക്കുന്ന, വളരെ വിഷമകരമായ ഒരു കാര്യം അതാണ്. അതായത് അങ്ങേയറ്റം ദുരൂഹത ഇക്കാര്യത്തിൽ ഇപ്പോഴും നിൽക്കുന്നു. സാധാരണ മിസ്സിംഗ് കേസ് പോലെയുള്ള ഒരു സ്വഭാവമല്ല ഇതിൻ്റേത് എന്നതാണ് പോലീസിനെയും ഒപ്പം ഈ തിരച്ചിൽ നടത്തുന്ന ആളുകളെയും ആകെ കുഴപ്പിക്കുന്നത്. ഏത് ഭാഗത്ത് നിന്ന് ഏറെക്കുറെ അനുമാനിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കുറെ കൂടി എളുപ്പമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സാധ്യത, അതായത് ഈ മൂഴിക്കുളം ഭാഗത്ത് എത്തി എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം ദൂരീകരിക്കേണ്ടതുണ്ട്.